ഇവര് ദാസനും വിജയനും ദുബായി പോയിട്ടിരുന്നാണ്. പക്ഷേ പുള്ളി ഒറ്റയ്ക്ക് പോയി, പുള്ളിയെ കൊണ്ടുപോയില്ല. അല്ല, അതിന് കാരണം ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രശാന്തിന് വരാൻ പറ്റില്ലായിരുന്നു. പ്രശാന്ത് ആ സമയത്ത് മലയാള സിനിമയിൽ നായകനായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കാലം. ആ സമയത്ത് സലീം ബാബ അന്ന് ഡയറക്ട് ചെയ്ത ഒരു പടം പുള്ളിയായിരുന്നു നായകൻ. അപ്പൊ അത് ചെയ്യാനുള്ളതുകൊണ്ടാ പുള്ളി വരാതിരുന്നു. എന്തായിരുന്നു ആ പടത്തിന്റെ പേരെന്തായിരുന്നു? തമ്പാനൂർ തപാല പീസ്. അത് ചെയ്തില്ലേ? കറക്റ്റ് പീസ. അത് നടന്നില്ലല്ലോ. ഓ, നടന്നില്ല. ഞങ്ങക്ക് രണ്ടുപേർക്കും ഒരേപോലെ ദുബായില് 2004 ദുബായ് റേഡിയോയില് ഒരേ സമയത്ത് ഞങ്ങളെ വിളിക്കാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ടെലിവിഷനിൽ ആങ്കേഴ്സ് ആയിട്ട് മിഥുൻ ഇൻഡിപെൻഡന്റ് ഷോ ചെയ്യുന്നു. വെറും ആങ്കർ അല്ല, സെലിബ്രേറ്റഡ് ആങ്കേഴ്സ്. സെലിബ്രേറ്റ്. ഞാനും ഇൻഡിപെൻഡന്റ് ഷോ ചെയ്യുന്നു. ഞങ്ങൾ ഭയങ്കര ഇവിടെ ഇങ്ങനെ തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ദുബായിൽ റേഡിയോ തുടങ്ങുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫർ വന്നു. ഇതിനിടയിൽ വേണമെങ്കിൽ ഒരു NB ഇടാം. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടുപേരും അതിനകത്തുണ്ട്. അതിനകത്ത് നായകന്മാരെക്കാൾ കൂടുതൽ കൈയടി നമുക്കാ. ലൊക്കേഷനിൽ 10,000 ജൂനിയേഴ്സ് ഉണ്ടല്ലോ. അപ്പം നായകന്മാരെ അവരിന് മുമ്പ് കണ്ടിട്ടില്ല. ഞങ്ങള് ടി വിയിൽ ഫേമസ് അല്ലേ ആ സമയത്ത്. അപ്പൊ എല്ലാരും വന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങൾ റൂംമേറ്റ്സും ആണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. ആത്മാർത്ഥ ബോണ്ട് കേട്ടോ, അത് നോട്ട് ചെയ്തണം. ആത്മാർത്ഥ സൗഹൃദത്തിന്റെ ഒരു NBയും കൂടി ഇവന്റെ അച്ഛൻ കൊണ്ടുവരുന്ന, ഇവന്റെ അച്ഛനാണല്ലോ, പള്ളി അച്ഛനാണല്ലോ. അപ്പൊ പോയിട്ട് വരുമ്പോ കൊണ്ടുവരുന്ന KFC ഒളിച്ചു കൊണ്ടുവന്നത് എനിക്കാണ്. അങ്ങനത്തെ ബോണ്ട് വരെ ഉണ്ട്. അന്ന് KFC കേരളത്തിലില്ല. അപ്പം പപ്പയ്ക്ക് ഒരു ഗൾഫിൽ പോയിട്ട് വന്നപ്പോ എന്നോട് ചോദിച്ചാൽ നിനക്ക് എന്തോ വേണം. അപ്പൊ ഞാൻ വളരെ കൊച്ചിലായിരുന്നു ഗൾഫിൽ പഠിച്ചത്. ഞാൻ പറഞ്ഞു അപ്പൊ KFC തിന്നാൻ ഒരു കൊതിയുണ്ട്. കാരണം അന്ന് എനിക്ക് ഭയങ്കര KFC ഉണ്ടോ? അന്ന് ഇവിടെ ഇല്ല, കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ദിവസം പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന നോക്കാം. ഓക്കെ, പക്ഷെ നമ്മളൊരു ടീമാണ്. അപ്പൊ പപ്പ വന്നപ്പം ഒരു ബക്കറ്റ് ഫ്ലൈറ്റില് ഹാൻഡ് ലഗേജ് ആയിട്ട് കൊണ്ടുവന്നു. നെടുമ്പാശ്ശേരി പോയി കളക്ട് ചെയ്തിട്ടാണ് തൃശ്ശൂർ ലൊക്കേഷനിലേക്ക് പോകുന്നത്. അന്ന് ആരും അറിയാതെ ഞാൻ ഇവന് കൊടുത്തു. നമ്മൾ രണ്ടുപേരും മാത്രം രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ടുണ്ടത്. അന്ന് KFC എന്ന് പറഞ്ഞാൽ കാട്ടാക്കട ഫ്രൈഡ് ചിക്കൻ മാത്രമാണ്. തിരുവനന്തപുരത്തിനപ്പുറം ഒരു സ്ഥലം കണ്ടിട്ടില്ല. അല്ല, ഇതെല്ലാം ബോണ്ടാണ്. ഭയങ്കര ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.